ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ എന്നാൽ നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നാലും അല്ലെങ്കിൽ നോമ്പ് ഉറയ്ക്കും നമുക്ക് പെരുന്നാളിനായാലും നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1/2 കിലോ റൈസിന് 1/2 കിലോ ചിക്കൻ, ആ ഒരു അളവിൽ തയ്യാറാക്കുന്ന ബിരിയാണിയുടെ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ പറയാൻ പോണത്. ഇതിലേക്കായിട്ട് 5 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 3 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിൽ 2 സവാള നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് 1 പൂന്ത് വെളുത്തുള്ളിയും പിന്നെ 1 ഇഞ്ച് നീളത്തിലുള്ള 2 കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. എരിവിനായിട്ട് ഇതിൽ നമ്മൾ പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. അധികം മുളക് പൊടിയൊന്നും ഉപയോഗിക്കാത്തൊരു ബിരിയാണിയാണ്. അപ്പോൾ 5 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കുക. സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സവാള കട്ട് ചെയ്തൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് അധികമായിട്ട് തോന്നി, അങ്ങനെ ഞാൻ ഒരെണ്ണം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 1 സവാളയാണ് കേട്ടോ മാറ്റിയത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ വലിയ സവാളയാണെങ്കിൽ ഒരു 4 എണ്ണം എടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ജീരകശാല റൈസ് ഒരു 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 600 ഗ്രാം വരും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളം വാർന്നു പോകാനായിട്ട് നമുക്കൊരു അരിപ്പയിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ സെയിം അളവിൽ ചിക്കനും എടുക്കുക. ദം ബിരിയാണിയാണല്ലോ വെക്കുന്നത്, അപ്പോൾ സെയിം അളവിൽ തന്നെ എടുക്കുക. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് റൈസ് ആദ്യം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യും അല്പം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ തിന്നായിട്ട് കട്ട് ചെയ്തില്ലേ, ആ 2 സവാള ഇട്ട് ഒന്ന് ബ്രൗൺ നിറമാവുന്നത് വരെ വറുത്ത് കോരുക. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവൂലേ, അതിന് തൊട്ട് മുമ്പായിട്ട് നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇതിൽ പകുതിയാണ് കേട്ടോ ഞാനിപ്പോൾ കോരി മാറ്റിയിട്ടുള്ളത്. അത് നമുക്ക് ചിക്കനിലേക്ക് ചേർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ബാക്കി പകുതി റൈസിലേക്ക് തന്നെയാണ്. അപ്പോൾ തീരെ കരിഞ്ഞു പോകരുത്, കരിഞ്ഞാൽ ബിരിയാണിക്ക് കയ്പ്പ് രസം ഉണ്ടാവും. ഇതിനിടയിൽ ഞാൻ ഉള്ളി ഒന്ന് സൈഡിലാക്കിയിട്ട് നട്ട്സും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്ത് കോരിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യരുത് കേട്ടോ. ആദ്യം തന്നെ അതൊക്കെ ഒന്ന് വറുത്ത് മാറ്റി വെക്കുക. ഇല്ലെങ്കിൽ ഉള്ളി ആ ഒരു സമയം വരെയും ചൂടായ നെയ്യിൽ കടന്നിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഉള്ളി വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ചത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ചേർക്കണ്ട, മാറ്റി വെക്കണേ. അത് നമ്മൾ ചിക്കൻ്റെ മസാല തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ചേർക്കാനുള്ളതായിരുന്നു. ഞാൻ ഓർമ്മിക്കാതെ ചേർത്ത് പോയതാണ് കേട്ടോ. റൈസിലേക്കാണ് ഉള്ളി വഴറ്റിയെന്ന കാര്യം ഞാൻ പെട്ടെന്ന് മറന്നു പോയതാണ് കേട്ടോ. പക്ഷെ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. റൈസ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ചിക്കൻ്റെ മസാലയ്ക്ക് ആ ഒരു വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോഴേക്കും അതിലേക്ക് 2 വീതം ഏലക്ക, പട്ട, ഗ്രാമ്പു, ബേ ലീഫ്, പിന്നെ ഒരു തക്കോലം ഇത്രയും ചേർത്ത് കൊടുക്കുക. ഏലക്ക ഒരല്പം കൂടിയാലും കുഴപ്പമില്ല, ബാക്കി സ്പൈസസ് ഒന്നും കൂടരുത്. ഇതൊന്ന് ചൂടായ ഉടനെ തന്നെ നമുക്ക് അരിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് അളവിലാണ് കേട്ടോ വെള്ളം ചേർക്കേണ്ടത്. ഇനി ആ ഒരു വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 10 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിച്ചെടുക്കുക. വെള്ളം വറ്റി കഴിയുമ്പോഴേക്കും ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വെച്ചിരുന്നാൽ മതി. അപ്പോഴേക്കും റൈസ് നല്ല കംപ്ലീറ്റ് ആയിട്ട് കുക്കായിട്ടുണ്ടാവും. ഇനി നമുക്ക് ചിക്കൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ബാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ ഒരു ടൈമിലാണ് നേരത്തെ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതെല്ലാം കൂടി നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ ഇടയ്ക്ക് മൂടി വെച്ചും അല്ലാതെയും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി നല്ല ഉടഞ്ഞ് പേസ്റ്റ് പോലെ ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇത് നല്ലതുപോലെ വഴന്ന് സെറ്റായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളൊന്നും ഒരുപാട് അളവിൽ ചേർക്കണ്ട, എല്ലാം 1 ടീസ്പൂൺ അളവിൽ മതി. 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി റെഡ് ചില്ലിയാണ് കേട്ടോ എടുത്തത്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ അറബിക് കഫ്സ മസാലയാണത്, പിന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചില്ലേ 1 സവാളയോളം, അത് ഇതിലേക്ക് ഇപ്പം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും 1.5 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്തത്. തൈരും നാരങ്ങ നീരും ഒക്കെ ഒന്ന് കമ്പൈൻ ചെയ്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്കിത് സവാളയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കനിലേക്ക് ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്ക് ഇതിലേക്ക് വെള്ളമൊക്കെ ഒന്ന് ഊറി ഇറങ്ങി വരും. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിന ഇലയും കൂടി ചേർത്ത് കൊടുക്കാം.
ചിക്കൻ വേവാൻ ആവശ്യത്തിന് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മൂടി വെച്ച് നമുക്കൊരു 10 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതാ കുറച്ച് വെള്ളം ബാക്കി കിടക്കി നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. കാരണം ദമ്മിടുമ്പോഴേക്കും അടിയിൽ പിടിക്കാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് ബാക്കി കിടക്കി നമുക്ക് ചിക്കൻ ഇറക്കാം. പിന്നെ ഇതാ മറ്റൊരു പാനിൽ ഇതിൽ ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് കൂടെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ക്യാരറ്റും കോളിഫ്ലവറൊക്കെയാണ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയത്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ അല്പം വെജിറ്റബിൾസ് കൂടി കഴിക്കാമല്ലോ എന്നുള്ള രീതിയിൽ അത് റെഡിയാക്കി എടുത്തതാണ്. ഇനിയൊന്നുമില്ല, നമുക്കിത് ദം ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ദം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ റൈസൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് മറ്റേ സൈഡിൽ ചിക്കൻ്റെ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് ഫ്രൈ ചെയ്തില്ലേ, ആ ഒരു നെയ്യ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ദാ നെയ്യിൽ വറുത്തെടുത്ത ക്യാരറ്റും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്ത ഓണിയൻ ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം ഗരം മസാല ഇതുപോലെ തൂക്കി കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ചേർത്തിട്ട് നല്ല ടൈറ്റായിട്ട് മൂടിയതിന് ശേഷം നമുക്കിതൊരു 15 മിനിറ്റ് വരെ ദം ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ദമ്മിടാനായിട്ട്. അപ്പോൾ ഞാനിത് നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് മെയിൻ ഫുഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയതാണ്. അപ്പോൾ കുറച്ച് ഡ്രിങ്ക്സും കൂടി അതിനിടയിൽ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രിങ്കും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് പുളിയുള്ള ഓറഞ്ചായിരുന്നു. അപ്പോൾ അതൊന്ന് കുരുവൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ ചാമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരല്പം ഏലക്കയും പുതിനയിലയൊക്കെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ്. പിന്നെ നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ച ലെമൺ ജ്യൂസാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്തത്. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒന്ന് അരിച്ചെടുത്തു. മധുരത്തിനായിട്ട് വേണമെങ്കിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതാ ഫ്രൂട്ട്സ് എല്ലാം കൂടി കട്ട് ചെയ്തിട്ട് ഒരു സാലഡും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും നാരങ്ങാ നീരും ഉപ്പുമാണ് ചേർത്തത്. എന്നിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാം. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ നമ്മുടെ ബിരിയാണിയും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ മേലെ നിന്നും ആ ഒരു ചോറൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ആ ഒരു ഡെക്കറേറ്റ് ചെയ്ത വെജിറ്റബിൾസും കിസ്മിസും നട്ട്സും എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എങ്കിലല്ലേ ആ ചോറിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത ഐറ്റംസൊക്കെ എത്തുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു മസാലയും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുത്തി അധികം ബലം പ്രയോഗിച്ച് പൊടിക്കരുത്. നല്ല അടിപൊളി മണമൊക്കെയാണ്. അപ്പോൾ ഈ ഒരു മസാല ആദ്യം സെർവ് ചെയ്യുക, അതിന് മുകളിലേക്ക് സെപ്പറേറ്റ് റൈസും കൂടി സെർവ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും റമദാൻ കരീം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ. അസ്സലാമു അലൈക്കും.